ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ റൂമിലേക്ക് പോയതായിരുന്നു. അപ്പോഴാണ് ഇങ്ങനൊരു കാഴ്ച കണ്ടത്. അസ്തമിക്കാറായ ആ ചുവന്ന സൂര്യനെ കണ്ടപ്പോൾ വല്ലാത്ത ഒരു രസം തോന്നി. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, നമുക്ക് ബീച്ചിലേക്ക് പോയാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് വണ്ടി തിരിച്ചു. സൂര്യൻ്റെ ഉദയവും അസ്തമയവുമൊക്കെ വൈബോടുകൂടി ആസ്വദിക്കണമെങ്കിൽ ബീച്ചിലേക്ക് തന്നെ വരണം. അങ്ങനെ അവിടുത്തെ ഒരുപാട് കാഴ്ചകൾ കണ്ട് കാറ്റും കൊണ്ട് കുറച്ചു നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. ഒരുപാട് ബോട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ബോട്ട് സവാരി നടക്കുന്ന സ്ഥലമാണ്. അങ്ങനെ അവിടെ എല്ലായിടത്തും ഞങ്ങൾ ചുറ്റിക്കറങ്ങി കണ്ടു. ചുറ്റിക്കറങ്ങുന്നിടയിൽ ഞങ്ങൾ കണ്ട അതിമനോഹരമായിട്ടുള്ള കാഴ്ച ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ജിദ്ദ ടവർ. കടലിനോട് ചേർന്ന് ബോട്ടിൻ്റെ ആകൃതിയിൽ ഒരുപാട് മജ്ലിസുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. നിസ്കരിക്കാനും ഫാമിലിയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനും അതുപോലെ കടല് കാറ്റുകൊണ്ട് ആസ്വദിക്കാനുമാണ് ആ മജ്ലിസ് ഉപയോഗിക്കുന്നത്. നല്ല ആഡംബരമായിട്ടുള്ള ബോട്ടുകളും ഇവിടെയുണ്ട്. ആ ലൈറ്റ് ആംബിയൻസ് കണ്ടാൽ തന്നെ അതിൽ ഒന്ന് യാത്ര ചെയ്താലോ എന്ന് ആഗ്രഹിച്ചു പോകും. അത്രയും അടിപൊളിയാണ് എല്ലാം. അസർ നിസ്കാരത്തിന് ശേഷം ഇവിടെ വന്നാൽ നല്ല തിരക്കായിരിക്കും. വ്യാഴം വെള്ളി പോലുള്ള ദിവസങ്ങളിലും അതുപോലെ ആഘോഷ ദിവസങ്ങളിലുമായിരിക്കും ഇവിടെ കൂടുതൽ തിരക്കുണ്ടാവുക. അസറിന് ശേഷം ഗാവയും മറ്റു ഭക്ഷണ സാധനങ്ങളുമായിട്ട് ഫാമിലി ആയിട്ട് അവർ ഇറങ്ങും. എന്നിട്ട് സുബഹി വരെ അവിടുത്തെ വൈബും കാറ്റും ആസ്വദിച്ചു കൊണ്ടിരിക്കും. നമുക്ക് ഏത് തരം ബോട്ടുകൾ വേണോ അത് അവിടെയുണ്ട്. ലൈറ്റ് ആംബിയൻസ് ആയാലും നല്ല മ്യൂസിക് കേട്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ നല്ല നല്ല ബോട്ടുകളാണ് അവിടെയുള്ളത്. നമ്മൾ പോയിട്ട് ആ മജ്ലിസിലെങ്ങാനും ഇരുന്നാൽ നമ്മൾ കുറേ നേരം ആ കടലിൻ്റെ കാറ്റും അതുപോലെ ആ വൈബുകളും ഒക്കെ ആസ്വദിച്ച് ഒരുപാട് നേരം നമ്മളിരിക്കും.